ഇന്ന് ജീവിതത്തിൽ പോരാടി വിജയിച്ച ഒരു പെൺകുട്ടിയുടെ കഥ പറയാം. അവൾക്ക് 9 വയസ്സുള്ളപ്പോൾ പിതാവിനെ താലിബാൻ വധിച്ചു കളഞ്ഞു. അഫ്ഗാൻ സൈനിക ജനറലായിരുന്ന അയാളുടെ മരണം അയാളുടെ കുടുംബത്തെ ആകെ തളർത്തി. 5 പെൺമക്കളുമായി രാത്രിയുടെ മറവിൽ അമ്മ രക്ഷപ്പെട്ടു. പാകിസ്ഥാനിലെത്തി. പാകിസ്ഥാനിൽ നിന്നും വ്യാജ പാസ്പോർട്ടിലായിരുന്നു അവർ ഇറ്റലിയിലേക്ക് എത്തിയത്. പിന്നെ അവിടെ നിന്നൊരു ട്രക്കിൽ ലണ്ടനിലേക്ക് അവർ പലായനം ചെയ്തു. ലണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ട്രക്ക് ഡ്രൈവർ ഒരു വിജനമായ സ്ഥലത്തിറക്കി കടന്നു കളഞ്ഞു. 11 വയസ്സുകൾ ആയപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് അവൾ എത്തപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് ഡെൻമാർക്ക് എന്നാണെന്ന്. അവളൊരു അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു. അടുത്തുള്ള ഫുട്ബോൾ മൈതാനത്ത് അവൾ ഓടിച്ചെന്നിട്ട് അവിടെ കളി പഠിപ്പിക്കുന്ന കോച്ചിനോട് ചോദിച്ചു, എന്നെയും കളി പഠിപ്പിക്കാമോ എന്ന്. ഒരു ആംഗ്യഭാഷയിലായിരുന്നു അവളുടെ ചോദ്യം. പിന്നീട് 8 മണിക്കൂർ വരെ അവൾ പരിശീലനം നടത്തി യൂത്ത് ടീമിൽ ഇടം നേടി. 2009 ഡെൻമാർക്ക് പൗരത്വം നേടിക്കൊണ്ട് അവൾ ദേശീയ ടീമിൽ അംഗമായി മാറി. ലോകത്തെ പ്രമുഖ ക്ലബ്ബുകൾക്ക് വേണ്ടി അവൾ ബൂട്ടണിഞ്ഞു. അവളുടെ പേര് നാദിയ നദീം. ഫുട്ബോൾ താരമായിരുന്നു. പിന്നീട് അവൾ പഠിച്ചൊരു ഡോക്ടറുമായി. പിന്നീട് നാം അറിയുന്നത് ലോകമറിയുന്ന ഫുട്ബോളറായി മാത്രമല്ല, ഒരു മികച്ച ഡോക്ടറായുമാണ് നാദിയ നദീമിനെ അറിയുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അടക്കം 9 ഭാഷകളിൽ സംസാരിക്കാൻ അവൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ അവൾ വളർന്നു വന്നു. അവളുടെ ആത്മകഥ മൈ സ്റ്റോറി എന്ന് പറയുന്നത് ലോകത്തെ ബെസ്റ്റ് സെല്ലറുകളിലൊന്നാണ്. പ്രിയരെ, താലിബാനെ പേടിച്ച 11കാരിയിൽ നിന്നും ഒരു ഫുട്ബോൾ താരമായ ഒരു ഡോക്ടറായി മാറിയ നാദിയ നദീമിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മുടെയും ജീവിതത്തിൽ തകർച്ചകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടപ്പോൾ നമ്മൾ തളർന്നു പോകാറില്ലേ? തളരുന്നവരാരും വിജയിക്കുകയില്ലെന്നേ, പോരാടുന്നവരെ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. ആകയാൽ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എതിർപ്പുകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും പോരാടാൻ ഉതകുന്ന നമ്മുടെ ഇന്ധനമായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നേ. ഗോഡ് ബ്ലെസ് യു.